ചൈൽഡ് സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചു വരുന്നത് ഹെറിഡിറ്റി ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന ഭാഗമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ത്രീയുടെ 23 ക്രോമോസോമുകളും അതുപോലെ തന്നെ പുരുഷൻ്റെ 23 ക്രോമോസോമുകളും ചേർന്നാണ് ഒരു സൈഗോട്ടിൻ്റെ രൂപീകരണം എന്ന് നമ്മൾ പറയുണ്ടായി. ഒരു സൈഗോട്ടിൻ്റെ ന്യൂക്ലിയസിൽ സ്ത്രീയുടെ 23 ക്രോമോസോമുകളും അതുപോലെ തന്നെ പുരുഷൻ്റെ 23 ക്രോമോസോമുകളും ഉണ്ടാകും. സ്ത്രീയുടെ ക്രോമോസോമുകളെല്ലാം എക്സ് ക്രോമോസോമുകളായിരിക്കുമെന്നും അതുപോലെ തന്നെ പുരുഷൻ്റേത് ആണ് എങ്കിൽ എക്സ് ക്രോമോസോമുകളും അതോടൊപ്പം തന്നെ വൈ ക്രോമോസോമുകളും ചേർന്നാണ് ഉണ്ടാകുക എന്ന് നമ്മൾ പറയുണ്ടായി. സ്ത്രീയുടെ 23 ക്രോമോസോമിനോടൊപ്പം പുരുഷൻ്റെ 23 ക്രോമോസോമുകൾ, പുരുഷൻ്റെ എക്സ് വൈ എന്നീ കാറ്റഗറികളിലുള്ള ആകെ 23 ക്രോമോസോമുകൾ ചേർന്ന് 23 ജോഡികളായിട്ട് ആണ് സൈഗോട്ടിൻ്റെ ന്യൂക്ലിയസിൽ ഉണ്ടാകുക. ഈ 23 ജോഡികളിൽ അവസാനത്തെ ജോഡിയാണ് കുട്ടിയാണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത് എന്നും നമ്മൾ പറയണ്ടായി. അവസാനത്തെ നമ്മൾ പറഞ്ഞു സ്ത്രീയുടെ എഗ്ഗിൽ എക്സ് ക്രോമോസോമുകൾ മാത്രമാണ് ഉണ്ടാകുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്ത്രീയുടെ എക്സും പുരുഷൻ്റെ സ്പേമിലെ ഒരു എക്സ് ക്രോമോസോമും ചേർന്നാൽ എക്സ് ഇതെന്തായി മാറും? പെൺകുട്ടിയായിട്ട് മാറും. എന്നാൽ അതേ സ്ഥാനത്ത് ഈ സ്ത്രീയുടെ എക്സിനോട് ചേർന്ന് വൈ ക്രോമോസോമാണ്, പുരുഷൻ്റെ വൈ ക്രോമോസോമാണ് യോജിക്കുന്നത് എങ്കിൽ, പെയറാകുന്നത് എങ്കിൽ അവിടെ മെയിലായിരിക്കും, കുട്ടി ആൺകുട്ടിയായിരിക്കും. അപ്പോൾ അടിസ്ഥാനപരമായി പുരുഷൻ്റെ സ്പേമുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് കുട്ടി ആണോ പെണ്ണോ എന്ന്. ചില സ്ത്രീകൾ പ്രസവിച്ചത് മുഴുവൻ ആൺകുട്ടികളായിരിക്കാം, അതല്ലെങ്കിൽ വേറെ ചില സ്ത്രീകൾ പ്രസവിച്ചതെല്ലാം പെൺകുട്ടികളായിരിക്കാം. നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. ഒരു ആൺതരിയെ പോലും പ്രസവിച്ചില്ല, അതല്ലെങ്കിൽ ഒരു പെൺതരിയെ പോലും പ്രസവിച്ചില്ല എന്ന്. യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണക്കാരി ആ സ്ത്രീയാണോ? അല്ല, പുരുഷൻ്റെ സ്പേം ആണ് വാസ്തവത്തിൽ അത് നിശ്ചയിക്കുന്ന കുട്ടി ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത് എന്ന് ചുരുക്കം. ഇനി ചില പ്രസവങ്ങളിൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവാറുണ്ട്, അല്ലേ? ഒരേപോലുള്ള ഇരട്ടക്കുട്ടികളും വ്യത്യസ്തരായ ഇരട്ടക്കുട്ടികളും ജനിക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. ചില കുട്ടികളെ കണ്ടാൽ ഏതാണ് ഇവരിൽ ഇന്ന ആൾ എന്ന് നമുക്ക് തിരിച്ചറിയാത്ത അത്ര സാമ്യമുള്ള കുട്ടികളായിരിക്കാം, ഇരട്ടക്കുട്ടികളായിരിക്കാം പിറന്നിട്ടുണ്ടാവുക. വേറെ ചില പ്രസവങ്ങളിൽ 2 കുട്ടികളും വ്യത്യസ്തരായിട്ടായിരിക്കാം. ചില പ്രസവങ്ങളിൽ 2-ൽ കൂടുതൽ കുട്ടികൾ പിറക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ പഠിച്ചു സ്ത്രീയുടെ ഒരു എഗ്ഗും പുരുഷനിലെ ഒരു സ്പേമും ചേർന്നാണ് കുട്ടികൾ ഉണ്ടാകുന്നത് എന്ന്. അതായത് സ്ത്രീയുടെ ഒരു എഗ്ഗ്, ഇതിനോട് ഒപ്പം മില്യൺ കണക്കായ സ്പേംസിൽ നിന്ന് ഒരു സ്പേം ഇതിനോട് കൂടിയിട്ട് ചേരുന്നു, ഈ എഗ്ഗിനോട് കൂടിയിട്ട് ചേരുന്നു. എന്നിട്ട് ഇതെന്തായി? ഇതൊരു സൈഗോട്ടായിട്ട് മാറുന്നു, അല്ലേ? ഇതൊരു സൈഗോട്ടായിട്ട് മാറുന്നു. ചില സന്ദർഭങ്ങളിൽ ഈ എഗ്ഗ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരേപോലുള്ള 2 കുട്ടികൾ പിറക്കുകയാണ് ചെയ്യാറുള്ളത്. എഗ്ഗ് എന്ത് ചെയ്യുന്നു? 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ 2 കുട്ടികൾ പിറക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു. ഈ 2 കുട്ടികളും ഐഡൻറ്റിക്കലായിരിക്കും, ഒരേപോലുള്ളവയായിരിക്കും. ഒന്നുവരിൽ 2ഉം ആൺകുട്ടികൾ, അതല്ലെങ്കിൽ 2ഉം പെൺകുട്ടികളായിട്ടായിരിക്കും പിറക്കുക. 2 പേരെയും കണ്ടാൽ യാതൊരു വ്യത്യാസമില്ലാത്ത വിധം അവർ ഒരേപോലെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള കുട്ടികളെ, ട്വിൻസിനെ ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്നാണ് പറയുന്നത്. മറ്റൊരു തരത്തിലും ഇരട്ട കുട്ടികൾ പിറക്കാറുണ്ട്, അല്ലെങ്കിൽ 2ഓ അതിൽ കൂടുതലോ കുട്ടികളും പിറക്കാറുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം സ്ത്രീയുടെ ഓരോ ആർത്തവ ചക്രത്തിലും എന്താണ് സംഭവിക്കുന്നത്? ഓരോ എഗ്ഗ് വീതമാണ്, മച്ചുറായ ഓരോ എഗ്ഗ് വീതമാണ് ഉണ്ടാകുക. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ഒന്നിലധികം മച്ചുറായ എഗ്ഗ് കാണപ്പെടുന്നു.
ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ എഗ്ഗ്, ഇപ്പോൾ ഒരു 3 എഗ്ഗ് ഉണ്ടെന്ന് മച്ചുറായ 3 എഗ്ഗ് ആണ് ആ ഒരു ആർത്തവ ചക്രത്തിൽ ഉണ്ടായിരുന്നത് എന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ പുരുഷൻ്റെ സ്പേംസിൽ നിന്ന് 3 എണ്ണം ഈ ഓരോ എഗ്ഗിനോടും കൂടി ചേരുന്നു. ഇവിടെ ഒരു സ്പേം മാത്രമായിരുന്നു എങ്കിൽ, ഒരു എഗ്ഗും ഒരു സ്പേമും മാത്രമായിരുന്നുവെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് വ്യത്യസ്തങ്ങളായ 3 എഗ്ഗിനോടും ചേർന്ന് ഇത് 3 കുട്ടികൾ പിറക്കുന്ന കാണാം. 2 ഉള്ളെങ്കിൽ 2 എഗ്ഗ് അല്ലേ? ഇവിടെ ഈ വ്യത്യസ്തങ്ങളായ എഗ്സിൻ്റെ കൂടെ വ്യത്യസ്തങ്ങളായ സ്പേംസ് സംയോജിച്ച് വ്യത്യസ്തങ്ങളായ സൈഗോട്ടുകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 എഗ്ഗാണ് ഉണ്ടായത് എങ്കിൽ 3 സൈഗോട്ടുകൾ, വ്യത്യസ്തങ്ങളായ സൈഗോട്ടുകൾ പിറവിയെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 3 എഗ്ഗുകളിൽ നിന്നും അല്ലെങ്കിൽ ഈ 3 സൈഗോട്ടുകളിൽ നിന്നുമുള്ള 3 കുട്ടികളും വ്യത്യസ്തരായി പിറക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ 2 ആൺകുട്ടികൾ അല്ലെങ്കിൽ 2 പെൺകുട്ടികളാണ് എങ്കിൽ ഇവിടെ ചിലപ്പോൾ 2 ആണും 1 പെണ്ണും, അതല്ലെങ്കിൽ 2 പെണ്ണും 1 ആണും എന്ന നിലക്കും, അതല്ലെങ്കിൽ 3 പെൺകുട്ടികളാവാനും സാധ്യതയുണ്ട്. പക്ഷേ അവരിൽ മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങളുമൊക്കെ കാണാനും സാധ്യതയുണ്ട്. വ്യത്യസ്ത നിറത്തിലുള്ള കുട്ടികളായിരിക്കാം പിറക്കുന്നത്, അതിന് വരെ സാധ്യതയുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഇത്തരത്തിലുള്ള സൈഗോട്ടുകളിലൂടെ പിറവിയെടുക്കുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ ട്വിൻസ് ആണെങ്കിൽ 2 കുട്ടികളാണെങ്കിൽ ഒരു കുട്ടി ചിലപ്പോൾ ഫീമെയിൽ ആയിരിക്കാം, ചിലപ്പോൾ മറ്റേ കുട്ടി എന്തായിരിക്കാം? മെയിലായിരിക്കാം. ഇത് ചിലപ്പോൾ ഇതിൻ്റെ സ്കിന്ന് നല്ല വെളുത്ത നിറത്തിലാണെങ്കിൽ ഇത് ഒരു ഡാർക്ക് നിറത്തിലും ആവാനും സാധ്യതയുണ്ട്. അങ്ങനെ അല്ലാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന് ഈ ഐഡൻറ്റിക്കൽ ആയിരിക്കാനുള്ള കാരണം എന്താണ്? ഈ 2 കുട്ടികളുടെയും ജീനുകൾ ഒരേ മാതിരിയായിരിക്കും. ഇവിടെ എഗ്ഗ് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഈ എഗ്ഗിൻ്റെ ഇരുഭാഗവും ഈ 2 ഭാഗത്തും ജീനുകൾ ഒരേപോലെ ആയതുകൊണ്ട് ഈ കുട്ടികൾ ഐഡൻറ്റിക്കലായിട്ട് മാറുന്നു. അതേ സ്ഥാനത്ത് ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ സാധ്യതയാണ് ഉണ്ടാകുക. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ സ്വഭാവ വിശേഷങ്ങളോടുകൂടിയ കുഞ്ഞുങ്ങൾ ഇവിടെ പിറക്കുന്നു. ഇത്തരം കുഞ്ഞുങ്ങളെ നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്നോ ഫ്രറ്റേണൽ ട്വിൻസ് എന്നോ പറയാം. ഇതാണ് ഫ്രറ്റേണൽ, രണ്ടും ഒന്ന് തന്നെ. ഫ്രറ്റേണൽ ട്വിൻസ് എന്നോ പറയാം. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ ട്വിൻസ് പിറക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഈ ഐഡൻറ്റിക്കൽ ട്വിൻസിലാണെങ്കിൽ സ്വഭാവ സവിശേഷതകളെല്ലാം ഒരേപോലെ ഇരിക്കുന്നു. എന്നാൽ ഫ്രറ്റേണൽ ട്വിൻസിൽ ഒരേപോലെ ആയിരിക്കണം എന്നില്ല, അവ നോൺ ഐഡൻറ്റിക്കൽ ആയിരിക്കും.